PC ജോർജിനുള്ള ഒരു കിടിലം മറുപടിയാണ് നമ്മുടെ ബാബുവേട്ടൻ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട്, പക്ഷെ നിങ്ങളത് മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങളുടെ സമയം വെറുതെ ആവില്ല എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് തരാൻ കഴിയും. ജഗതിയുടെ മകളെ PC ജോർജിന്റെ മകൻ കല്യാണം കഴിച്ചല്ലോ, എന്നിട്ട് മതം മാറ്റില്ല, ആ ഒരു വിഷയമൊക്കെ കൃത്യമായിട്ട് ഇദ്ദേഹം ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതേപോലെ നമ്മുടെ നിയമത്തെയും ഒക്കെ ഇദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ കേരളത്തിൽ മതസൗഹാർദ്ദം ആഗ്രഹിക്കുന്നവർ, ഇവിടെ എല്ലാവരും ഒത്തൊരുമയോടെ ഐക്യത്തോടെ സഹോദരങ്ങളെ പോലെ കാണണം, സ്നേഹം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടല്ലോ. ഈ ഒരു കല്യാണത്തിന്റെ വിഷയം ഉണ്ടല്ലോ, ജഗതിയുടെ മകളെ PC ജോർജിന്റെ മകൻ കല്യാണം കഴിച്ച ആ ഒരു വിഷയമൊക്കെ വലിയൊരു ചർച്ചയാക്കണം. ചെറുതൊന്നുമല്ല, വലിയൊരു ചർച്ചയാക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എന്തായാലും ബാബുവേട്ടന്റെ ഇത് ഇവിടെ ഒന്ന് കേൾപ്പിക്കാം. നിങ്ങൾ ഫോണൊക്കെ എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു സൗണ്ട് കേട്ടാൽ മതി. തീർച്ചയായിട്ടും ഒന്ന് കാണുക, പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക. നിങ്ങളൊരു അഭിപ്രായം ഉണ്ടല്ലോ, തീർച്ചയായിട്ടും എൻ്റെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഒരിക്കൽ കൂടി പറയുന്നു, ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടാൽ നിങ്ങളുടെ സമയം ഒരിക്കലും വെറുതെ ആവില്ല എന്നുള്ള ഒരു കട്ട ഉറപ്പ് എനിക്ക് തരാൻ കഴിയും. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഇത് തന്നെയാണല്ലോ, പ്രത്യേകിച്ച് ജഗതിയുടെ മകളെ PC ജോർജിന്റെ മകൻ കല്യാണം കഴിച്ച ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് തന്നെയാണല്ലോ ഞാനും പറയാൻ ആഗ്രഹിച്ചതെന്ന്. ഓരോ മലയാളിയും, അതായത് മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഓരോ മലയാളിയും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇദ്ദേഹം പച്ചക്ക് വെട്ടി തുറന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് പറയാതിരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ PC ജോർജ് വീണ്ടും വർഗീയ പരാമർശവുമായി വീണ്ടും അദ്ദേഹം വാർത്തകളിൽ നിറയുകയാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതിരുന്നാൽ നമ്മൾ പൊതുസമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതിന് മറുപടി ഒന്ന് പറയണം. PC ജോർജിന് മറുപടി പറഞ്ഞേ പറ്റൂ. PC ജോർജിന് മറുപടി പറഞ്ഞേ പറ്റൂ. കാരണം കേരള സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് PC ജോർജ്. സമാധാനത്തിലുള്ള നമ്മുടെ ഈ ഒരു സംസ്ഥാനത്തെ എല്ലാ ജാതിയിലും പെട്ട മുസ്ലിങ്ങളിലും ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും പെട്ട എല്ലാ മനുഷ്യരെയും തെറ്റിദ്ധരിപ്പിക്കുകയും വർഗീയപരമായി ചിന്തിപ്പിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ PC ജോർജ് എന്ന് പറയുന്ന വ്യക്തി. സ്വന്തമായിട്ട് നിലപാടില്ല അദ്ദേഹത്തിന്റെ ഈ 82-ലെ നിയമസഭാ സാമാജികനായ കാലം തൊട്ട് അദ്ദേഹത്തിന് നിലപാടിലെടുത്ത ഒരു വ്യക്തിയാണ് ഈ PC ജോർജ്. ഈ PC ജോർജിന്റെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലനിൽപ്പാണ് ഇപ്പോഴത്തെ സംഘരാഷ്ട്രീയം എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ക്രിസംഖ്യയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ തെറിവിളിക്കുകയും മുസ്ലിങ്ങൾ തീവ്രവാദിയാണെന്ന് പറഞ്ഞ് സമൂഹത്തിന്റെ മുമ്പിൽ എങ്ങനെയെങ്കിലും കുറച്ച് സംഖ്യകളായിട്ടുള്ള എല്ലാ സംഖ്യകളും വർഗീയവാദികളാണെന്ന് ഞാൻ പറയാൻ എനിക്കത്ര മാനസിക വിഭ്രാന്തിയൊന്നുമില്ല. എല്ലാ സംഖ്യകളും വർഗീയവാദികളാണെന്നും എല്ലാ BJP-ക്കാരും വർഗീയവാദികളാണെന്നും എനിക്ക് അതിനുള്ള കാഴ്ചപ്പാടൊന്നുമില്ല. പക്ഷേ PC ജോർജ് എന്ന് പറയുന്ന ഈ വ്യക്തി സംഘികൾ, അതായത് RSSും സംഘപരിവാർ കുടുംബത്തിലുള്ളവരും പറയുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് മുസ്ലിങ്ങളുടെ നെഞ്ചത്ത് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് PC ജോർജ്. അപ്പോൾ PC ജോർജ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, PC ജോർജിനെ ഞാൻ വെല്ലുവിളിക്കണം, ഒരു വലിയ കേസ് എടുക്കുകയാണെങ്കിൽ അന്തസ്സായിട്ട് ഞാൻ കേസ് ഞാൻ നേരിടും. കാരണം ഇത് നമ്മൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ നമ്മളൊക്കെ ഒരു കഴിവുകെട്ട ഗതികെട്ട പ്രതികരണശേഷിയില്ലാത്ത ഊളകളായി മാറും. അപ്പോൾ ഞാൻ പറയാം, വെല്ലുവിളിക്കുകയാണ് PC ജോർജിനെ ഞാൻ വെല്ലുവിളിക്കണം. ഈ 400 ലവ് ജിഹാദ് പറഞ്ഞില്ല, 400 ലവ് ജിഹാദ്, അതിൽ 4 പേരുടെ പേര് നീ പറയാം, 4 പേരുടെ പേര് പറയാം. ഞാൻ ഈ ലൈവിൽ ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നുണ്ട്. മുസ്ലിങ്ങളായിട്ടുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള ഹിന്ദുക്കളായിട്ടുള്ള എൻ്റെ സഹോദരന്മാർ ക്ഷമിക്കുക, ഇത് പൊതുസമൂഹത്തിന് മുമ്പിൽ പറയണം. കാരണം ഇന്ന് രാവിലെ ഈ PC ജോർജിൻ്റെ ഇന്നലത്തെ ഈ പ്രസ്താവന വന്ന ശേഷം നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ പറയുകയാണ്. കേരള സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ, കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായിട്ടുള്ള സിക്കിം, നാഗാലാൻഡ്, ഇവിടേക്കെങ്കിലും ഞാൻ പോയിട്ടില്ലെങ്കിലും അതിൻ്റെ അടുത്ത് വരെ ഞാൻ പോയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടത്തുന്നത് ഈ ക്രിസ്ത്യൻ മിഷണറിമാരാണ്. മുസ്ലിങ്ങൾ എവിടെയും പോയിട്ട് മതപരിവർത്തനം നിർബന്ധം പറഞ്ഞ് നീ മുസ്ലിം മതത്തിലേക്ക് വരണമെന്ന് നിർബന്ധം പറഞ്ഞ് മതപരിവർത്തനം നടത്തുന്നതായിട്ട് എൻ്റെ ഓർമ്മയിൽ ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ ഒരു 1000 ഹിന്ദുക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1000 മുസ്ലിങ്ങളുണ്ടെങ്കിൽ, ഒരു 1000 ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ അതിൽ 100 പേര് വൃത്തികെട്ടവരാണ്. എല്ലാവരും അതിനകത്ത് മോശക്കാരെന്ന് എനിക്ക് പറയാൻ താല്പര്യം. ഞാൻ അതാ പറഞ്ഞത്, സംഘികളായിട്ടുള്ള ആളുകളും BJP-ക്കാരായിട്ടുള്ള ആളുകളും എല്ലാവരും വർഗീയവാദികളാണെന്ന് ഞാൻ പറയില്ല. കാരണം എനിക്ക് BJP-ക്കാരായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്, RSS-കാരായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. അവരൊന്നും എന്നോട് ഇതുവരെ വർഗീയത കാണിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഈ സ്നേഹബന്ധത്തിന് മുമ്പിലൊന്നും വർഗീയതയ്ക്കുന്ന ഒരു സ്ഥാനമില്ല. അതാദ്യം മനസ്സിലാക്കുക. PC ജോർജിന്റെ മകനും. അതാണ് ഞാൻ വെല്ലുവിളിക്കുന്നത് PC ജോർജിനെ. PC ജോർജ് പറഞ്ഞ് 400 ലവ് ജിഹാദ് നടന്നിട്ടുണ്ടെന്ന്. നമ്മുടെ സെൻട്രൽ ഏജൻസികൾ പോലും അന്വേഷിച്ച് കേരളത്തിലെ പ്രധാനപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ പോലും അത് അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞ് വിധി പറഞ്ഞിട്ടുള്ള ഈ കേസിനകത്ത് ഈ ജുഡീഷ്യറിക്ക് മുകളിൽ നിന്നുകൊണ്ട്, ഇന്ത്യയിലെ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് മുകളിൽ നിന്നുകൊണ്ട്, നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുകളിൽ നിന്നുകൊണ്ട് ഇവിടെ 400 ലവ് ജിഹാദ് നടന്നു എന്ന് പറയുന്ന PC ജോർജ് അതിലൊരു 4 എണ്ണം അല്ലെങ്കിൽ ഒരു 40 എണ്ണം വേണ്ട, ഒരു 10 എണ്ണം അവരുടെ പേരും അഡ്രസ്സും സഹിതം നീ മുന്നോട്ട് കൊണ്ടുവരിക. മനസ്സിലായിട്ടുണ്ടോ?
മുന്നോട്ട് കൊണ്ടുവരാം, ഇന്ന ആൾക്കാർ ചെയ്തെന്ന്. പക്ഷെ എനിക്ക് പറയാൻ പറ്റും, തന്റെ മകനാണ് ആദ്യത്തെ ലവ് ജിഹാദ്. തന്റെ മകൻ ഷോൺ ജോൺ ആദ്യത്തെ ലവ് ജിഹാദ് നടത്തിയത്. ക്രിസംഖ്യയാണ് അവൻ മുൻ വിധിപ്രകാരമാണ് ജഗതി ശ്രീകുമാറിന്റെ മകളെ വിവാഹം കഴിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന വ്യക്തി മുസ്ലിങ്ങളുണ്ട്, അവർ ഹിന്ദുക്കളെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അറിയപ്പെടുന്ന ആളുകളെന്ന് പറയാൻ കാരണം ഒരുപാട് ആളുകൾ, ഇപ്പം എൻ്റെ സുഹൃത്തുക്കൾ 1-2 പേര് ഹിന്ദു ക്രിസ്ത്യാനികളും കല്യാണം കഴിച്ചിട്ടുണ്ട്. അവരുടെ മതപ്രകാരം ഇപ്പോൾ അവർക്കൊരു കുഞ്ഞ് ജനിച്ചപ്പോൾ നൂലുകെട്ട് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം നൂലുകെട്ടിന്റെ പരിപാടി. അത് ഹിന്ദു ആചാരപ്രകാരം ആ കുട്ടിയുടെ ആ കുഞ്ഞിന്റെ അമ്മ ഹിന്ദു ആയതുകൊണ്ട് ആ ആചാരപ്രകാരം അവരുടെ വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. അതിന് ലവ് ജിഹാദ് എന്ന് എങ്ങനെ വിളിക്കാൻ പറ്റും? ഒരു മുസ്ലിമായ ഒരു വ്യക്തി ഹിന്ദു സ്ത്രീയെ കല്യാണം കഴിക്കുന്നു, ആ ഹിന്ദു സ്ത്രീയിൽ ജനിക്കുന്ന കുട്ടി ആ ഹിന്ദു സ്ത്രീനെ അവരുടെ ആചാരത്തിനനുസരിച്ച് ജീവിക്കുന്നു, അയാളുടെ ആചാരത്തിനനുസരിച്ച് ജീവിക്കുന്നു. അതെങ്ങനെ ലവ് ജിഹാദ് ആകുന്നത്? പക്ഷേ താൻ ചെയ്തത്, തന്റെ മകൻ ചെയ്തതോ, തന്റെ മകൻ ജഗതിയുടെ മകളെ കല്യാണം കഴിച്ചിട്ട് ആദ്യം കൊണ്ടൊന്ന് മതം മാറ്റി, ആ പെണ്ണിന്റെ പേര് മാറ്റി, അൽഫോൻസാണോ കൊച്ചത്രാശൻ എന്താ ആക്കിയിട്ടുണ്ട് അല്ലേ? മാമോദിസ മുക്കിയല്ലോ അല്ലേ? അപ്പൊ ആദ്യത്തെ ലവ് ജിഹാദ് ആരാ? തന്റെ കുടുംബത്തിലാണ് ആദ്യത്തെ ലവ് ജിഹാദ്. പാർവതി അൽഫോൻസ്, അതെ മൻസൂർ ഭായ് പാർവതി. അപ്പൊ ആദ്യത്തെ ലവ് ജിഹാദ് നടന്നത് തന്റെ കുടുംബത്തിലാണ്. അപ്പൊ പി സി ജോർജ് ഒരു വഴി കൂടെ ഊക്കുകയും ഒരു വഴി കൂടെ ഉപദേശിക്കുകയും നടത്തണ്ട. താൻ നല്ല കൈത്തരിപ്പുള്ള ആണുങ്ങളുടെ മുന്നിൽ പോയി പെട്ടിട്ടില്ല എന്നുള്ള സത്യം. നല്ല കൈത്തരിപ്പുള്ള ആണുങ്ങളുടെ മുമ്പിൽ പോയി ഇതുപോലുള്ള ഊളത്തരം പറഞ്ഞാൽ ചെവിക്കല്ലടിച്ചു പൊട്ടിക്കും. കാരണം തന്റെ കുടുംബത്തിലാണ് ലവ് ജിഹാദ് നടന്നിട്ടുള്ളത്. അത് ലോകം അറിയുന്ന സത്യമാണ്. മനസ്സിലായിട്ടുണ്ട്? തന്റെ കുടുംബത്തിലാണ് ആദ്യം ലവ് ജിഹാദ് നടന്നത്. ജഗതി ശ്രീകുമാറിന്റെ മകളെ കല്യാണം കഴിച്ചു അവരുടെ വിശ്വാസത്തിൽ ജീവിച്ചൂടെ? എന്തുകൊണ്ട് താൻ മതം മാറ്റി? താൻ ഇത്ര വലിയ ഉപദേശം കൊണ്ട് നടക്കണ്ടല്ലോ, ഒരു വഴി കൂടെ ഊക്കുകയും ഒരു വഴി കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. താൻ പറയണ്ട മകനോട്, താൻ ഉണ്ടാക്കിവിട്ട മാനല്ലേ, തന്റെ മാനല്ലേ, തനിക്കുണ്ടായ മാനല്ലേ? അപ്പൊ തന്റെ മാനോട് താൻ എന്താ പറയേണ്ടത്? മതം മാറ്റണ്ട. നമ്മൾ മതേതരത്തിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മൾ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ഇന്ത്യന്റെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏത് വിശ്വാസത്തിലും ആർക്കും വിശ്വസിച്ച് ജീവിക്കാം. ഇനി വിശ്വാസം ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഒരു ഹിന്ദുവിന് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഒരു ഹിന്ദുവിന് മുസ്ലിമിനെ കല്യാണം കഴിക്കാം, മുസ്ലിമിന് ക്രിസ്ത്യാനിനെ കല്യാണം, അങ്ങനെ നമ്മുടെ നിയമം നമുക്ക് എല്ലാവിധ പരിരക്ഷയും തന്നിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് തന്റെ കുടുംബത്തിൽ തന്റെ മോൻ കല്യാണം കഴിച്ച ജഗതി ശ്രീകുമാറിന്റെ മകളെ താനും തന്റെ കുടുംബവും ഉൾപ്പെട്ട ആ ഒരു സമൂഹത്തിൽ എന്തിനു നീ മതം മാറ്റിയത്? നീ ഇന്നലെ സംസാരിച്ചതിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒന്നിക്കറിഞ്ഞല്ലോ. ആ ഒരു ഒന്നിക്കുന്നുള്ള മനസ്സുള്ള നീ എന്തുകൊണ്ട് നീ ആ ഹിന്ദുക്കളുടെ ആ ഒരു സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എന്റെ മരുമകൾ ഹിന്ദുവായി തന്നെ ജീവിക്കട്ടെ എന്ന് എന്തുകൊണ്ട് താൻ പറഞ്ഞില്ല? അപ്പോ തന്റെ വിശ്വാസത്തിന്റെ അടിയിൽ വരുന്ന സമയത്ത് താൻ തനിച്ചൊരു വർഗീയവാദിയായിട്ടുള്ള ഒരു ക്രിസ്ത്യാനിയായി മാറുകയാണ്. എല്ലാ ക്രിസ്ത്യാനികളും ക്ഷമിക്കുക, എല്ലാ ക്രിസ്ത്യാനികളല്ല പറയുന്നത് കേട്ടോ, ക്രിസ്സംഖ്യകളായിട്ടുള്ള ക്രിസ്ത്യാനികളാണ് പറയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞതിൽ 100% സത്യമാണ്, 100% സത്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടത്തുന്ന ആരാ? ഈ ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള ആൾക്കാർ. ഇപ്പൊ എന്റെ നാട്ടില് ഇപ്പോ ഒരു മുസ്ലിം പയ്യൻ ഒരു ഹിന്ദു സ്ത്രീനെ വിവാഹം കഴിച്ചാൽ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ സ്ത്രീനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ ക്രിസ്ത്യൻ സ്ത്രീ അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീ ആയിട്ട് പോയിട്ട് അവിടെയും പോയി ഹിന്ദു സ്ത്രീ ആയിട്ട് പോയി അവിടെയും ജീവിക്കും. പക്ഷെ ഇവന്മാര് ഒരു ക്രിസ്ത്യാനി പോയിട്ട് ഒരു ഹിന്ദുവിനെ ഒരു മുസ്ലിമിനെ കല്യാണം കഴിച്ചാൽ കുടുംബത്തെ മൊത്തം മതം മാറ്റും, കുടുംബത്തിനെ മൊത്തം മാറ്റും. എന്റെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്, ഈ പെന്തക്കോസ്റ്റിന്റെ ഒരു സംഭവമാണ്. അവിടെ കൊണ്ടുവരുത്തിയിട്ട് അതിനകത്ത് മുസ്ലിങ്ങളാരും പോകുന്നില്ല കേട്ടോ, പാവപ്പെട്ട ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമുണ്ട്. ഹൈന്ദവ സമൂഹത്തിൽ തന്നെ ഒരുപാട് ആളുകൾ പലതുകൊണ്ടും നിഷേധിക്കപ്പെട്ട് കിടക്കുന്നുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഇന്ത്യയിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇന്ന് സസുഖം വാഴുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ സമൂഹം, ഹിന്ദു സമൂഹം അതൊരു സംസ്കാരമാണ്. ഹിന്ദു എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിന്റെ ആദ്യത്തെ മര്യാദ, അവരുടെ ആചാര മര്യാദ, മറ്റുള്ളവരെ സ്വീകരിക്കാനും മറ്റുള്ളവർക്ക് ഇരിക്കാനും കിടക്കാനും സ്ഥലം കൊടുക്കാനുള്ള അവരുടെ വിശാല മനസ്ഥിതി കൊണ്ട് മാത്രമാണ് ഈ ഭൂരിപക്ഷ രാജ്യമായിട്ട്, ഹിന്ദു ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഡൊണാൾഡ് ട്രംപ് വന്നൂലേ ഭരണത്തിൽ? അത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമാണ്. അവിടുന്ന് ഇപ്പോൾ ഒരുപാട് പേര് കൈവലങ്ങൾ വെച്ച് നാട്ടിലേക്ക് കയറ്റി വിട്ടു, വിസന്റെ പേരിൽ പറഞ്ഞിട്ടാണ്. പക്ഷെ ആ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായിട്ടുള്ള സ്ഥലത്ത് ഒരു ഹിന്ദുവിന് പോയിട്ട് അവിടെ സ്വാതന്ത്ര്യം ആധിപത്യം നേടാൻ കഴിയില്ല. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ചില ചട്ടക്കൂടുകളുണ്ട്. ഇതൊരു സമൂഹം. അതുപോലെ തന്നെ മുസ്ലിം രാജ്യങ്ങളിൽ പോയിട്ട് അന്യമതസ്ഥർ പോയിട്ട് അവിടെ ആധിപത്യം നേടാൻ ശ്രമിക്കാൻ കഴിയില്ല. പക്ഷെ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു ബലം അതാണ്. ആ ബലം വെച്ചുകൊണ്ട് ഇവിടെ വർഗീയവാദം പ്രചരിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ചില സംഖ്യകളായിട്ടുള്ള ആളുകൾ പി സി ജോർജിന് ഇപ്പോൾ ആവശ്യം നിലനിൽപ്പാണ്. ഇന്ന് നിലനിൽക്കണമെങ്കിൽ ഒരു കാലഘട്ടത്തിൽ SDPയുടെ കൊടിയും പിടിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് വേദികളിൽ യാസീനും ഖുർആനും ഓതിക്കൊണ്ട് മുസ്ലിങ്ങളുടെ വോട്ട് നേടിയിട്ട് നിയമസഭാ മെമ്പറായി നിലനിൽക്കുന്ന കാലഘട്ടം വരെ അവിടെ മുസ്ലിങ്ങൾ എന്റെ ജീവനാണ്, എന്റെ ജീവനാടിയാണെന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം അദ്ദേഹത്തെ തോൽപ്പിച്ചപ്പോൾ അയാളുടെ ഉള്ളിലുള്ള വർഗീയത, അതായത് നെറികെട്ട പന്നിക്കൊരു സ്വഭാവം ഉണ്ട്, അറിയോ? നായ്ക്കൾക്ക് നമ്മൾ ഒരിക്കലും നായ്ക്കളെ നന്ദി കെട്ടവരെന്ന് പറയാൻ പറ്റില്ല. ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ ഒരു യുഗം കഴിഞ്ഞാൽ പോലും നമ്മളെ തിരിച്ചറിയും. പക്ഷെ പന്നികൾക്ക് അങ്ങനെയല്ല. പന്നികൾ കൂട്ടമായിട്ടുള്ള ഇതേ പന്നി വളർത്തുന്ന ആൾക്കാരെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും, അതേ സ്വഭാവക്കാരായിരിക്കും ഏകദേശം. കാരണം പന്നികളുടെ അതേ ഒരു ക്യാരക്ടർ ആൾക്കാരുണ്ടാവും. കാരണം പന്നികളുമായിട്ടാണ് ഇടപഴക്കം. പന്നികൾക്ക് നിങ്ങൾ ആഹാരം വെച്ച് കൊടുത്തിട്ട് തിരിഞ്ഞിട്ട് വീണ്ടും ആഹാരം എടുക്കാൻ വേണ്ടി ഒന്ന് കുനിഞ്ഞ അപ്പം മൂട്ട് കുത്തും. അത് പന്നികളുടെ സ്വഭാവമാണ്. നിങ്ങൾ പന്നികൾ വളർത്തുന്ന കൂട്ടത്തിൽ പോയിട്ട് കുറച്ച് ആഹാരം പന്നികൾ കൊണ്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പന്നികൾക്ക് വീണ്ടും ആഹാരം എടുത്ത് കൊടുക്കാൻ വേണ്ടി ഒന്ന് തിരിഞ്ഞൊന്ന് കുനിഞ്ഞ മൂക്കവരാണ് ഈ പന്നിന്റെ സ്വഭാവമുള്ള ആൾക്കാരാണ്. ആ സ്വഭാവമാണ് പി സി ജോർജ് കാണിച്ചത്. ആ സ്വഭാവം തന്നെയാണ് പി സി ജോർജ് കാണിച്ചത്, ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്, നിങ്ങൾ മുസ്ലിങ്ങളെ ഒരുപാട് കുറ്റം പറയണ്ട. ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടത്തുന്ന ആരാണ്? ക്രിസ്ത്യൻ സമൂഹത്തിലുള്ളവരാണ്. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ
വെള്ളയും ഇട്ടിട്ട് ഈ പെന്തക്കോസ്റ്റിന്റെ കുറെ ആൾക്കാർ ഇങ്ങനെ കടന്ന് തിരിയുണ്ട്, വീടുകൾ കൊണ്ടുപോയി നോട്ടീസ് കൊടുത്തിട്ട്. ചില സ്ഥലത്തൊക്കെ നല്ല തേമ്പും കിട്ടുന്നുണ്ട് അവർക്ക്. ഇവിടെ ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരെ സംരക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ ലവ് ജിഹാദിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ കേരളത്തിൽ അറിയപ്പെടുന്ന ആളുകളായിട്ടുള്ള ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ റിയാസ് വീണ വിജയനെ കല്യാണം കഴിച്ചിട്ട് അവിടെ ലവ് ജിഹാദം നടത്തിയിട്ടില്ല, മതം മാറ്റിയിട്ടില്ല. പി സി ജോർജിന്റെ മകൻ ചെയ്ത വീട്ടിൽ നെറുകെട്ട പരിപാടി ചെയ്തിട്ടില്ല. പി സി ജോർജിന്റെ മകൻ ചെയ്ത പോലെ ഒരു ഹിന്ദു സ്ത്രീനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് അവൻ ആദ്യം ചെയ്തെന്താ, പി സി ജോർജിന്റെ മകൻ ആദ്യം ചെയ്തെന്താ, ആ കൊച്ചിനെ ക്രിസ്ത്യാനിയാക്കി മാറ്റി, മാമോദിസ്റ്റമുക്കി ക്രിസ്ത്യാനിയാക്കി. എന്നിട്ട് അവളുടെ പേര് പാർവതി അൽഫോൺസ് എന്നാക്കി. ഇവിടെ പിണറായി വിജയന്റെ മകനെ കല്യാണം കഴിച്ചിട്ടുള്ള റിയാസ് ആ സ്ത്രീനെ മുസ്ലിം ആക്കിയിട്ടില്ല, AR റഹീം മുസ്ലിം ആക്കിയിട്ടില്ല. അതുപോലെ ഒരുപാട് പേരുടെ പേര് പറഞ്ഞുതരാം. പിന്നെ മതഭ്രാന്ത് പിടിച്ച കുറെ നാറികളുണ്ട്, അതെല്ലാം മാത്രമുണ്ട്. മതഭ്രാന്ത് പിടിച്ചവര് മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാരം ഉൾക്കൊണ്ട് ജീവിക്കുന്നവനും, ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാരം ഉൾക്കൊണ്ട് ജീവിക്കുന്നവനും, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാരം ഉൾക്കൊണ്ട് ജീവിക്കുന്ന കുറെ മതഭ്രാന്തന്മാരുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. 1000 ഹിന്ദുക്കളിൽ 100 പേര് വൃത്തികെട്ടവന്മാരുണ്ടാവും, 1000 മുസ്ലിങ്ങളിൽ 100 പേര് വൃത്തികെട്ടവന്മാരുണ്ടാവും, 1000 ക്രിസ്ത്യാനികളിലും 100 പേര് വൃത്തികെട്ടവരുണ്ടാവും. അതുകൊണ്ട് ആ സമുദായത്തെ മൊത്തം അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണ്. അപ്പോൾ മുസ്ലിം സമുദായത്തിലുള്ള ഒരു മുഴുവൻ നല്ലതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് വർഗീയവാദികളായിട്ടുള്ള ഈ മതപണ്ഡിതന്മാരായിട്ടുള്ള കുറെ തെണ്ടുകൾ നടന്നിട്ട് വേണ്ടാത്തത് വിളിച്ച് പറഞ്ഞ് പൊതുസമൂഹത്തിന് മുമ്പിൽ സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ സംസാരിക്കുന്നവരുണ്ട്. അവരെ മറൽ വെട്ടിയടിക്കണം. പൊതുസമൂഹത്തിൽ കൊണ്ടുവന്നിട്ട് പോസ്റ്റ് കെട്ടിയിട്ടടിക്കണം അവരുള്ളവരെ, അങ്ങനെയുള്ളവരെ. അതിപ്പോൾ ഹിന്ദുക്കളായാലും ശരി, മുസ്ലിങ്ങളായാലും ശരി, ക്രിസ്ത്യാനികളായാലും പൊതുസമൂഹത്തിന് മുമ്പിൽ സമാധാനത്തിൽ ജീവിക്കുന്ന ആളുകളെ ഇതുപോലുള്ള തോന്നിവാസങ്ങൾ ചെയ്യുമ്പോൾ അവർ മറൽ വെട്ടി അടിക്കേണ്ടി വരും. നിയമത്തിന് മുമ്പിൽ ഇവർക്കൊന്നും ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ? ഇപ്പോഴേ 5 പേരെ കൊന്ന വ്യക്തിക്ക് പോലും ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി മേടിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അല്ലേ? 5 പേരെ കൊന്നാണ്. ഞങ്ങളുടെ തൊട്ടടുത്ത് ഇവിടെ 100 മീറ്റർ അപ്പുറത്തുള്ള ആ ചെറുക്കൻ്റെ അച്ഛൻ്റെ കട, അവൻ്റെ വാപ്പാൻ്റെ കട, റഹീം എന്ന് പറയുന്ന ആളുടെ കട ഞങ്ങളുടെ തൊട്ടടുത്താണ്. ആ കുടുംബത്തിന് വേണ്ടി വലിയ ബാധ്യത ഏറ്റുവെച്ച് കടങ്കാരനായി ഒളിവിൽ പോയി ഇപ്പോൾ ഈ ഒരു വിഷയമായി നാട്ടിലെത്തിയ വ്യക്തിയാണ്. അവൻ ഇപ്പോൾ ജയിലിൽ സുഖവാസം നടത്തിക്കൊണ്ടിരിക്കുക. അവനിക്ക് രാത്രി ചിക്കനും പൊറോട്ടയും വേണം, പോലീസുകാർ മേടിച്ചു കൊടുക്കുക, കട്ടൻ ചായ വേണം പോലീസ്. അപ്പം ഇങ്ങനെ ഒരു നിയമവ്യവസ്ഥ നമ്മുടെ നാട്ടിൽ. ഇതേ സ്ഥാനത്ത് വിദേശ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ ഇങ്ങനെയൊന്നുമല്ല. വെട്ടി കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, മാസലാമാ പറയും. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ നമ്മുടെ നാടിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യം, നമ്മുടെ നാടിന്റെ ഭരണഘടന തരുന്ന അവകാശം. ഈ നാട്ടിൽ ഇന്ത്യ രാജ്യത്തിൽ നമ്മളൊക്കെ പൂർവിക ഹിന്ദുക്കൾ തന്നെയാണ്. അതിലെന്താ സംശയം? നമ്മുടെയൊക്കെ പൂർവികർ ഹിന്ദുക്കളാണ്. ഈ പറയുന്ന ക്രിസ്ത്യാനി പി സി ജോർജിന്റെ തന്തന്റെ തന്തയും എന്റെ തന്തന്റെ തന്തയൊക്കെ ചിലപ്പോൾ ഹിന്ദുക്കളായിരിക്കും. ഇതൊക്കെ കൺവെർട്ട് ആയതാണ്. മനസ്സിലായിട്ടുണ്ടോ? ആ ഒരു സംസ്കാരം, ഒരു ഹൈന്ദവരുടെ ആ ഹിന്ദു സംസ്കാരം എന്ന് പറയുന്ന സംസ്കാരത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് മുഗളന്മാരും ബ്രിട്ടീഷുകാരും ഈ നാടിനെ കൊള്ളയടിച്ചു കൊണ്ടുപോയിട്ട് പോലും ആ സംസ്കാരത്തിൽപ്പെട്ട ആളുകൾ ഇപ്പോഴും നമ്മളെയൊക്കെ ചേർത്ത് പിടിച്ച് ഒരു നാനാത്വത്തിൽ ഏകത്വം എന്ന രീതിയിൽ. പിന്നെ വർഗീയത പല സ്ഥലങ്ങളും ഉണ്ടാവും. ഇപ്പം എല്ലാവരും വർഗീയതയില്ലേ? ഇപ്പോൾ മുസ്ലിമുള്ള ആൾക്കാർ വലിയ തത്വം പറയുന്ന ആൾക്കാരുടെ മനസ്സിലുള്ള വർഗീയതയില്ലേ? ഹിന്ദുക്കളുടെ തത്വം പറയുന്ന ആൾക്കാരുടെ മനസ്സിൽ വർഗീയതയില്ലേ? ക്രിസ്ത്യാനികളുടെ വലിയ തത്വം പറയുന്ന ആൾക്കാരുടെ മനസ്സിൽ വർഗീയതയില്ലേ? വർഗീയത ചില ആളുകളുണ്ടാവും. അതുകൊണ്ട് ആ മതങ്ങൾ മുഴുവൻ മോശമാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടത്തുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള ആളുകൾ തന്നെയാണ്. അതിപ്പോൾ എല്ലാ ക്രിസ്ത്യാനികളും എനിക്ക് കൂട്ടിയിട്ട് പറയാൻ പറ്റുമോ? ചിലവർ മിഷണറിമാർ അതിനുവേണ്ടി മെനക്കെട്ട് നടക്കുകയാണ്. മതപരിവർത്തനം വേണ്ടിയിട്ട് ഒരു ഗ്രാമത്തിന് ഞങ്ങൾ ഏറ്റെടുത്തു എന്ന് പറയും. ഒരു ഗ്രാമം ഞങ്ങൾ ഏറ്റെടുത്തു. ആ ഗ്രാമത്തിന് ഏറ്റെടുക്കുന്ന അവിടുത്തെ അറസ്റ്റിതരായിട്ടുള്ള ആളുകളെ ഉന്നമനം ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അവരെ എങ്ങനെയെങ്കിലും മതപരിവർത്തനം നടത്തി അവരുടെ കൂട്ടത്തിൽ എണ്ണം തയ്ക്കുക എന്നുള്ളതാണ്. പക്ഷേ മുസ്ലിം സമുദായത്തിൽ അങ്ങനെ കൂടുതലായിട്ടും ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല, അങ്ങനെ നമ്മൾ കേട്ടിട്ടുമില്ല. ഇപ്പോൾ സൗദി അറേബ്യയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പള്ളിയുള്ള ആളുകൾ വന്നിട്ട് സ്വാഭാവികമായിട്ട് ഒരു മതത്തിൽ ചേരുന്ന ആളുകളുണ്ട്. അതൊക്കെ ഓരോരുത്തർ വിശ്വാസത്തിനനുസരിച്ച് പോകണം. ആരും നിർബന്ധിച്ച് പിടിച്ചു വെച്ച് കൊടുക്കുന്ന മതത്തിലാക്കണമെന്നില്ല. അതാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗം ഇന്നത്തെ പത്രസമ്മേളനം നിങ്ങൾ കണ്ടു നോക്കുക. വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്, വെള്ളാപ്പള്ളി പറഞ്ഞത്. ആദ്യം സ്വന്തം കുടുംബത്തിൽ തന്നെ പി സി ജോർജ് ലവ് ജിഹാദ് നടത്തിയിട്ടാണ് പറയുന്നത് നാട്ടിൽ 400 ലവ് ജിഹാദ്. അതാണ് തന്റെ നിലനിൽപ്പിനും BJP-യിലാണ്. BJP-ക്കാർക്ക് അറിയാം താൻ നിലവാരമില്ലാത്തവനാണെന്നുള്ളത്. അതുകൊണ്ടാണ് പന്നിക്കൂട്ടിലും പട്ടിക്കൂട്ടിലും കിട്ടുന്നത്. അവരിലും ബുദ്ധിയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അത് കേരളത്തിലുള്ള BJP-ക്കാർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ സംസ്കാരം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഉത്തരേന്ത്യ സംസ്കാരം തലയിൽ പേര് നിൽക്കുന്ന ആളുകളല്ല. അപ്പോൾ ഈ സംസ്കാരത്തിൽ ഉൾപ്പെടുന്ന ഈ BJP നേതാക്കന്മാർക്ക് സ്വാഭാവികമായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാം. അതിനാണ് പന്നിക്കൂട്ടിലും പട്ടിക്കൂട്ടിലും മാറ്റി നിർത്തിയിരിക്കുന്നതിന് കാരണം എന്താ അറിയോ? ചിലവരിനെ സ്ഥലത്ത് കൊണ്ട് മാറ്റി കെട്ടിക്കഴിഞ്ഞാൽ അത് അതിന്റെ സ്വഭാവം കാണിക്കും എന്ന് അറിയുന്നതുകൊണ്ടാണ് ഈ പി സി ജോർജിനെ ഇവിടെ തന്നെ നിർത്തിയിരിക്കുന്നത്. അതിന് വേറെ സ്ഥലങ്ങളിലേക്ക് എത്തിക്കില്ല. കാരണം നിലപാടില്ലാത്തവന്റെ ആശ്രയം എന്ന് പറയുന്നത് പന്നിക്കൂടാ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പന്നിക്കൂട് വന്നിരിക്കുന്നത് പി സി ജോർജ്. മനസ്സിലായിട്ടുണ്ടോ? താൻ ജഗദീഷ് ശ്രീകുമാറിന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ട് നീ ആദ്യം ചെയ്തെന്താ? ആ കൊച്ചിനെ മതം മാറ്റി പാർവതി അൽഫോൺസാണ് ആക്കി അല്ലേ? എന്നിട്ടാണ് നീ പറയുന്നത് നമ്മൾ ഹൈന്ദവ സമൂഹത്തെ കൂടെ ചേർക്കണം, ക്രിസ്ത്യൻ സമൂഹങ്ങൾ ഒന്നിച്ച് നിൽക്കണം. നിങ്ങളാണ് ഏറ്റവും വലിയ വർഗീയവാദികൾ. ഈ കേരള സമൂഹത്തിൽ RSS-ഉം BJP-യും പോലും പറയാത്ത വർഗീയത എന്ന് പറഞ്ഞു നടക്കുന്നത് ക്രിസ്തംഖ്യകളായിട്ടുള്ള ചില ക്രിസ്ത്യാനികളാണ്. അവരെ കൈകാര്യം ചെയ്യാൻ ഈ കേരള സമൂഹത്തിന് അറിയും. ഈ കേരളം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കും പോലെ ബുദ്ധിയില്ലാത്ത ആളുകളുടെ ഒരു സംസ്ഥാനമല്ല. കേരളത്തിലുള്ളവർക്ക് നല്ല ബുദ്ധിയുണ്ട്. ആരെ ഏത് രീതിയിൽ പരിഗണിക്കുക എന്നുള്ളത് ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയും. മനസ്സിലായിട്ടുണ്ടോ? അതുകൊണ്ട് തന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ കൂട്ടിക്കൊടുക്കൽ വേണ്ട. ഒരു കാലഘട്ടത്തിൽ പി സി ജോർജിനെ തോളിൽ വെച്ച് ആട്ടിക്കൊണ്ട് ഒരു നേരത്തെ ആഹാരം ഉണ്ടെങ്കിൽ ഒരു അപ്പുറത്തെ പാത്രത്തിൽ ചോറ് വെച്ച് വിളമ്പെത്തുന്ന ഒരു സമൂഹത്തിൽ നീ ഒരു രാത്രി കൊണ്ട് തള്ളി പറഞ്ഞവനാണ്. അന്ന് അവർ HDP-ക്കാരായിരുന്നില്ല. അന്ന് അവിടുത്തെ നല്ലവരായ മുസ്ലിങ്ങളായിരുന്നു നിനക്ക്. അവർ ഇരാട്ടുപേറ്റക്കാർ അല്ലേ? തന്റെ ചില നിലപാടുകൾ കൊണ്ട് അവർ നിന്നെ തോൽപ്പിച്ചു. അവിടെ ഒരു ആൺകുട്ടിനെ ജയിപ്പിച്ചു.
അവിടെ ആൺകുട്ടിനെ ജയിപ്പിച്ചു. ആ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ ഊട്ടി വളർത്തിയവരെ നീ തള്ളിപ്പറഞ്ഞ നെറികെട്ട പന്നിയാണ് നീ. താൻ കേസ് കൊടു. നിനക്കുള്ള അതേ നിയമ പരിരക്ഷ എനിക്കും കിട്ടും. ഇവിടെ നിനക്കുള്ള നിയമസഹായം, എനിക്കുള്ള എന്തൊക്കെ പ്രിവിലേജ് ഉണ്ടോ അതൊക്കെ എനിക്കും കിട്ടും. കാരണം ഞാൻ ഇന്ത്യൻ പൗരനാണ്, നീ ഇന്ത്യൻ പൗരനാണ്. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ആ പേടിപ്പിക്കലും ഈ ഭീഷണിപ്പെടുത്തലും ഇതൊന്നും വേണ്ട. ഞാൻ എപ്പോഴും പറയുന്നു, താൻ ഈ 400 ലവ് ജിഹാദിൽ 4 പേരിന്റെ പേര് പറ. ഞാൻ 40 പേരിന്റെ പേര് പറയാം. 40 പേരിന്റെ പേര് പറയാം. വിവിധ മതവിഭാഗത്തിൽപ്പെട്ട കല്യാണം കഴിച്ച് ആ വിശ്വാസത്തിന് ജീവിക്കുന്ന 40 പേരുടെ പേര് ഞാൻ പറയാം. ഞാൻ നിന്നെ വെല്ലുവിളിക്കാൻ ഡിബേറ്റ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ. മനസ്സിലായോ? താൻ 4 പേരുടെ 40 പേരുടെ ഒന്നും പറയണ്ട. 4 പേരുടെ പേര് പറഞ്ഞാൽ മതി. അത് ഞാൻ 2 പേരുടെ പേര് ഉദാഹരണമായിട്ട് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ റിയാസ് വീണ വിജയനെ കല്യാണം കഴിച്ചിട്ട് ലവ് ജിഹാദ് നടത്തിയിട്ടില്ല. AA റഹീം എന്ന് അറിയപ്പെടുന്ന വ്യക്തി, അദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ഹൈന്ദവ സഹോദരിയാണ്. ഒരു മതപരിവർത്തനം നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൽ തന്നെ നോക്കിയ ഒരുപാട് പേരുണ്ട്. കോൺഗ്രസിലും ഒരുപാട് നേതാക്കന്മാർ, മുസ്ലിം നേതാക്കന്മാർ ഹിന്ദു സ്ത്രീകളും കിട്ടിയിട്ടുണ്ട്, ഹിന്ദുക്കളും മുസ്ലിങ്ങളെയും കിട്ടിയിട്ടുണ്ട്. അവരൊന്നും മതപരിവർത്തനം നടത്തിയിട്ടില്ല, ലവ് ജിഹാദ് നടത്തിയിട്ടില്ല. ഇതൊക്കെ അറിയപ്പെടുന്ന ആളുകളാട്ടോ. PC ജോർജിന് എത്രമാത്രം വിവരമുണ്ടെന്നുള്ള അറിയില്ല. പന്നികൾക്ക് പൊതുവെ വിവരം കുറവാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നത്. അതിൽ പെട്ടാണ് താങ്കൾ എന്ന് പറഞ്ഞില്ല. നെറിയുണ്ടെങ്കിൽ, ആണത്തുണ്ടെങ്കിൽ, ചങ്കൂറ്റുണ്ടെങ്കിൽ ഇത് തെളിയിക്കുക. കേരളത്തിലെ നീതിപീഠം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ ഒരു ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു സംഭവം കേരളത്തിലില്ല. സെൻട്രൽ അന്വേഷണ കമ്മീഷനും അതുപോലെ കേരളത്തിലെ സകല അന്വേഷണ ഏജൻസികളും അടിവരയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന്. പക്ഷേ PC ജോർജിനെ എവിടെ നിന്ന് കിട്ടി? ഈ 400 പേരുടെ കണക്ക്. അതുകൊണ്ടാണ് പറയുന്നത്, വെല്ലുവിളിക്കുന്നത്. വീണ്ടും അടിവരയിട്ട് പറയും 4 പേരുടെ കൊണ്ടുപോകാം. പിന്നെ പ്രേമിച്ചും പ്രണയിച്ചും കല്യാണം കഴിക്കണമെങ്കിൽ അതിനൊരു മനസ്സ് വേണം. മനസ്സ് വേണം. പ്രേമിക്കുന്നവർ മുഴുവൻ ലവ് ജിഹാദായിരുന്നില്ല. ആത്മാർത്ഥമായി പ്രേമിച്ച് കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതിനെ പ്രേമിച്ച് നോക്കണം. അവിടെ ജാതിയുമില്ല, മതവുമില്ല, ഒരു കോപ്പുമില്ല. അവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ. മനസ്സിലായിട്ടുണ്ടോ? അവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ മറ്റേ ജാർഖണ്ഡിൽ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും കേരളത്തിലെ അഭയം നേടിയില്ലേ? കേരള സർക്കാരും നിയമവും നമ്മുടെ നീതിപീഠവും അവർക്ക് അഭയം കൊടുത്തുല്ലേ? അവരെ വേണ്ട രീതിയിൽ സംരക്ഷിക്കാൻ പോലീസിനടക്കം നിർദ്ദേശം കൊടുത്തു. അല്ലേ? അതിലെവിടെയാണ് PC താൻ ലവ് ജിഹാദ് കണ്ടത്? അവർക്ക് വേണ്ടിയിട്ട് ഈ കേരള സമൂഹത്തിന് മുന്നിൽ നിന്നത് ഹൈന്ദവ സുഹൃത്തുക്കളാണ്. അത് താൻ ആദ്യം മനസ്സിലാക്കുക. അവരുടെ നാട്ടിൽ അക്രമം പൊട്ടിപ്പുറപ്പെട്ട് അവിടെ സമാധാനാന്തരീക്ഷം നശിച്ചിരിക്കുന്ന സമയത്ത് കേരളത്തിലെ ഹൈന്ദവ, അതായത് മതേതര മനസ്സുള്ള സഹോദരങ്ങളാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും അവിടെ ചെയ്തു കൊടുത്തത്. മനസ്സിലായിട്ടുണ്ടോ? അവരൊന്നും ലവ് ജിഹാദ് ഉണ്ടായിട്ടില്ല. ലവ് ജിഹാദ് ഉണ്ടായിട്ടില്ല. ലവ് ജിഹാദ് ഉണ്ടായത് തന്റെ കുടുംബത്തിലാണ്. തന്റെ കുടുംബത്തിലാണ്. ഞാൻ വെല്ലുവിളിക്കുകയാണ് തന്നെ, സാമൂഹ്യ മാധ്യമത്തിലൂടെ വെല്ലുവിളിക്കുകയാണ്. ഈ കേരളത്തിലെ ലവ് ജിഹാദ് ഉണ്ടാക്കിയത് തന്റെ കുടുംബത്തിലെ തന്റെ മകനാണ്. ജഗതി ശ്രീകുമാറിന്റെ മകളെ കല്യാണം കഴിച്ച് ആദ്യം കൊണ്ടുവന്ന് മതം മാറ്റി പാർവതി അൽഫോൻസാന്നാക്കി. എന്തേ? PC അവർക്ക് അവരുടെ മതത്തിൽ വിശ്വസിച്ചാൽ വല്ലതും ഇടിഞ്ഞു വീഴുമോ? അവരുടെ മതത്തിൽ വിശ്വസിക്കണം, തന്റെ മതത്തിൽ വിശ്വസിച്ചാൽ അവർക്ക് കുട്ടിയും മക്കളും ഉണ്ടാവുള്ളൂ? ആണോ? അങ്ങനെ വല്ലതുണ്ടോ? അപ്പോൾ ഈ ഊക്കലും ഉപദേശവും PC കേരള സമൂഹത്തിനോട് വേണ്ട. ഇവിടെ സമാധാനമായിട്ട് പ്രണയിച്ച് കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. 100 കുടുംബം. എൻ്റെ നാട്ടിൽ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഇതേപോലെ പ്രണയിച്ച് വിവാഹം കഴിച്ചവനാ. അതൊരു ഹൈന്ദവ സഹോദരിയാണ്. ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ കൊച്ചിന് 100 കെട്ടാണെന്ന്. അപ്പോൾ ആ 100 കെട്ടോ? അതെ, 100 കെട്ട്. എനിക്കറിയില്ല ഈ 100 കെട്ട് എന്താ സംഭവം. അപ്പോൾ കുട്ടികൾക്ക് ജനിച്ചു കഴിഞ്ഞാൽ 28-ന് ഈ ഹൈന്ദവ ഹിന്ദുക്കളുടെ ഒരു ആചാരമാണ് ഈ 100 കെട്ട്. അപ്പോൾ അവരവരുടെ സംസ്കാരത്തിൽ ജീവിക്കുന്നു. ആ കൊച്ച് അവന് കൊച്ചായി. ആ കൊച്ചിനെ 100 കെട്ടെന്ന് പറഞ്ഞു കേട്ടപ്പോൾ സന്തോഷമായി. അവരുടെ വിശ്വാസത്തിൽ രണ്ടുപേരുടെ വിശ്വാസത്തിൽ ജീവിക്കുന്നു. അവർക്ക് കുട്ടികളുമായി. PC ഒരു മുസ്ലിമാണ് ഹിന്ദുവാണെന്ന് പറഞ്ഞ് കുട്ടികളാകാണ്ടിരുന്നൊന്നുമില്ല. അവർ കുട്ടികളുമായി. ആ കുട്ടിക്ക് അതാ രസം. ആ കുട്ടിക്ക് നല്ല പേരായിട്ടിരിക്കുന്നവർ, നമ്മുടെ പൊതുസമൂഹം അംഗീകരിക്കുന്ന പേര്. ആ കുട്ടി അവർ പറഞ്ഞിരിക്കുന്നത് മനുഷ്യനായിട്ട് വളർത്തുന്ന, ജാതിയില്ല മതമില്ലാതെ മനുഷ്യനായിട്ട് വളർത്തുന്ന പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടോ? ഈ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവർക്ക് ആ മനസ്സെ കാണൂ. PC തന്നെ പോലെ ഒറ്റ രാത്രി കൊണ്ട് നിലവാരമില്ലാത്ത വാക്കുകൾ പറയാൻ തന്നെ കുടുംബത്തിന് കൊണ്ടേ കഴിയുള്ളൂ. മനസ്സിലായിട്ടുണ്ടോ? തന്നെ ഊട്ടി വളർത്തി വലുതാക്കി MLA ആക്കി ഏകദേശം 3-4 ടൈം നിന്നെ നിയമസഭയിലേക്ക് എത്തിച്ച ഒരു സമൂഹത്തെ ഒരൊറ്റ രാത്രി കൊണ്ട് നീ തീവ്രവാദികളെന്ന് വിളിച്ച് ചവിട്ടിത്തള്ളിയവരെ. മനസ്സിലായിട്ടുണ്ടോ? അതായത് നീ തിന്നാൻ തന്നിട്ട് നിനക്ക് ഊട്ടി വളർത്തി അവരുടെ അണ്ണാക്കിൽ നീ കൊടുത്തു. അതാണ് ഈ പന്നികളുടെ സ്വഭാവം എന്ന് പറയുന്നത്. പന്നികൾക്ക് തിന്നാൻ കൊടുത്തിട്ട് ഒരു പാത്രത്തെ നിറയെ പന്നിക്കൂട്ടങ്ങൾ വളർത്തുന്ന ഞാൻ തിന്നാൻ കൊടുത്തിട്ട് അതിന് തിന്നാൻ കൊടുക്കാൻ വീണ്ടും ഒരു പാത്രത്തെ കുറഞ്ഞ് കുനിഞ്ഞെന്ന് എടുക്കുമ്പോഴേക്കും മൂട്ടിൽ കുത്തും പന്നികൾക്ക് അതാണ് സ്വഭാവം. ഒന്ന് കുത്തുക എന്നുള്ളതാണ് പന്നികളുടെ സ്വഭാവം. ആ സ്വഭാവം നീ കാണിച്ചത് PC. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ കേരള സമൂഹത്തിൽ ഒരുപാട് പ്രേമവിവാഹങ്ങൾ നടക്കുന്നുണ്ട്. പരസ്പരം സ്നേഹിച്ചു. ഇപ്പോൾ സുൽത്താന ഒരു സോഷ്യൽ മീഡിയയിൽ പ്രശസ്തയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഞാൻ ആ കുട്ടിയുടെ പേര് ഞാനിപ്പോൾ എന്തായാലും പറയുന്നില്ല, പെട്ടെന്ന് വായിൽ വന്നു പോയതാ, ക്ഷമിക്കുക. ആ കൊച്ചിനെ കല്യാണം കഴിച്ചത് ഒരു ഹൈന്ദവ സഹോദരനാണ്. മനസ്സിലായില്ലേ? ആ കൊച്ചിന്റെ വിശ്വാസത്തിലും ജീവിക്കുന്നുണ്ട്, ആ ഹൈന്ദവ സഹോദരൻ അവന്റെ വിശ്വാസത്തിലും ജീവിക്കുന്നുണ്ട്. ഇത് മതേതര മനസ്സാണ്. മനസ്സിലായിട്ടുണ്ടോ? തന്റെ മകൻ ചെയ്ത പോലെ ഊളത്തരം ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, 1000 പേരിൽ 100 പേര് വൃത്തികെട്ടവരുണ്ടാവും. അത് എല്ലാ സമുദായത്തിലും ഉണ്ട്. അത് ഹിന്ദുവിലുണ്ട്, മുസ്ലിമിലുണ്ട്, ക്രിസ്ത്യാനിലുണ്ട്. എല്ലാവരും നല്ല. ഇപ്പോൾ മുസ്ലിം മതം നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല, അതിലുള്ളവർ മുഴുവൻ നല്ലവരാണെന്ന് ഞാൻ പറയുന്നില്ല. ക്രിസ്ത്യാനികൾ എല്ലാവരും മോശക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല. ഹിന്ദുക്കൾ എല്ലാവരും മോശക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല. അതിലെല്ലാവരും നെറികെട്ടവന്മാരുണ്ട്. എല്ലാ മതത്തിലും ക്രിസ്തംഖികളായിട്ടുള്ള ആളുകളുണ്ട്, മതതീവ്രവാദികളായിട്ടുള്ള വർഗീയത മാത്രം പോലെ മുസ്ലിമിൽ കുറേ ആളുകളുണ്ട്.
അതുപോലെ ഹിന്ദുക്കളിലും സംഘികളായിട്ടുള്ള കുറേ ആളുകളുണ്ട്. സംഘികൾ എന്ന് പറഞ്ഞാൽ എല്ലാ സംഘികളും വർഗീയവാദികളൊന്നുമല്ല. എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട് സംഘികളായിട്ടുള്ള. അവർ സംഘികൾ എന്ന് വിളിക്കാൻ പോലും എനിക്ക് വിഷമമാണ്. കാരണം എന്താ അറിയോ, അവരതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. അപ്പൊ നമ്മൾ കാണുന്ന നമ്മുടെ കണ്ണിന്റെ കാഴ്ചയാണ് നമ്മുടെ പ്രശ്നം. PC നമ്മുടെ കണ്ണിന്റെ കാഴ്ച, നമ്മൾ ഏത് രൂപത്തിൽ എങ്ങനെ ആരെ കാണുന്നു എന്നുള്ളതാണ്. ആ കാഴ്ചയാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ കാണുന്നത് നല്ലതായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നല്ലതാണ്. നമ്മൾ കാണുന്നത് മോശമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാം മോശമാണ്. ഞാനൊരു കാലഘട്ടത്തിൽ ഒരു ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് ചിന്തിച്ചാണ്, നടന്നില്ല. അങ്ങനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ആ കൊച്ചിപ്പോഴും അവരുടെ വിശ്വാസത്തിൽ ജീവിക്കുള്ളൂ. ഞാനൊന്നും മതം മാറ്റാൻ ഗതം മാറ്റാൻ ഞാൻ പോകില്ല. അവർക്ക് കൊണ്ട് ഒരു അന്തസ്, അവർ ജനിച്ച മതത്തിൽ വിശ്വസിക്കാൻ മരിക്കുക, അതിലൊരു അന്തസ്സുണ്ട്. ഇനിയിപ്പോൾ വിശ്വാസമില്ല, അതിനും വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒന്നും സംഭവിക്കാനൊന്നും പോലില്ല. മനസ്സിലായിട്ടുണ്ടോ? ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്, കേരളത്തിലെ സമൂഹത്തിലെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ വർഗീയത പറയുമെങ്കിൽ കേരള സമൂഹത്തിന് ഒരു ദുരന്തം വരുത്തി വെക്കുന്ന രീതിയിലുള്ള വർഗീയതയൊന്നും ഇന്നേ വരെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. അത് പൊളിറ്റിക്സിന് പലതും പറയും. ഇപ്പോൾ ഈഴവന്മാരുടെ സംഘടനയാണ് SNDP, നായന്മാരുടെ സംഘടനയാണ് NSS, മുസ്ലിങ്ങളുടെ സംഘടന, പിന്നെ എണ്ണിയ തീരാത്ത സംഘടനകളുണ്ട്, ക്രിസ്ത്യാനികൾക്ക് അതുപോലെ ഒരുപാട് സംഘടനകളുണ്ട് അല്ലേ? ഈ സംഘടനകൾക്ക് എന്തിനാ? അത് ഒന്നിൽ ഈ നാടിൻ്റെ അല്ലെങ്കിൽ സമുദായത്തിൻ്റെ നന്മയ്ക്കായിരിക്കണം, അതിൻ്റെ തിന്മയ്ക്കൊരിക്കലാകരുത്, ആ സമുദായത്തിൻ്റെ തിന്മയ്ക്കാകരുത്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് അടിവരയിട്ട് പറഞ്ഞത് സൂക്ഷിക്കേണ്ട വർഗം ഇവരാണെന്ന്. ഞാൻ പറഞ്ഞല്ല, വെള്ളാപ്പള്ളി നടേശൻ അത് മുഴുവൻ ക്രിസ്ത്യാനികളല്ല പറഞ്ഞത് അദ്ദേഹം. എല്ലാ ക്രിസ്ത്യാനി, ചില ക്രിസ്ത്യാനികൾ മെനക്കെട്ട് മതപരിവർത്തനം നടത്താൻ നടക്കുന്നുണ്ട്. ഒരു കുടുംബത്തിന് സഹായവുമായി പോയി കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിൽ ഇപ്പോൾ ഒരു ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എൻ്റെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഒരു ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായി പോയി കഴിഞ്ഞാൽ കുടുംബത്തിന് എന്തെങ്കിലും സഹായിക്കും, നമ്മൾ വിചാരിക്കും വലിയ മനസ്സുകൊണ്ടൊന്ന് സഹായിക്കണം. നേരെ കുടുംബത്തിന് അവർ മതപരിവർത്തനം നടത്താനാണ് ശ്രമിക്കുന്നത്. അതിൽപ്പെട്ട തന്നെയാണ് ഈ PC ജോർജും. മനസ്സിലായിട്ടുണ്ടോ? അതിൽപ്പെട്ടതാണ് ഈ PC ജോർജും. ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ ഒരു കഥ പറഞ്ഞു. ഇടുക്കിയിലെ അദ്ദേഹത്തിന്റെ ശാഖാ പ്രസിഡന്റോ സെക്രട്ടറിയുടെ മകള്, ഒറ്റ മകളാണ് അവർ കേട്ടോ. നിങ്ങൾ എത്ര പേര് കണ്ടെന്നുള്ള അറിയില്ല, ഒരൊറ്റ മകളാണ്. ആ കുട്ടി പഠിപ്പിച്ച് അതിനെ നേഴ്സാക്കി നടന്ന സംഭവമാണ് ഇത്. ഞാൻ പറഞ്ഞില്ല, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ സംഭവമാണ്. നേഴ്സാക്കിയിട്ട് ആ കുട്ടി ഇസ്രായേലിലേക്ക് ജോലിക്ക് പോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ക്രിസ്ത്യാനിയുമായിട്ട് പ്രണയത്തിലാകുകയല്ല, ആ കൊച്ചിനെ മതം മാറ്റി. അങ്ങനെ കൊച്ച് ഇസ്രായേലിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് മിസൈൽ ആക്രമണത്തിൽ കൊച്ചു മരണപ്പെട്ടു. നിങ്ങളതൊക്കെ വാർത്ത വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടുണ്ടോ വാർത്ത? ആ മരണപ്പെട്ടിട്ട് ആ കൊച്ചിനെ കൊണ്ടുവന്നിട്ട് ഇവർ കൊണ്ടുപോയി സെമിത്തേരിയിലാണ് അടക്കിയത്. നിങ്ങളൊന്ന് ആലോചിക്കണം. ആ പോറ്റി വളർത്തിയ അച്ഛനും അമ്മയ്ക്കും ആ കുഞ്ഞിൻ്റെ ആ ഇസ്രായേൽ സർക്കാർ കൊടുത്ത ലക്ഷങ്ങൾ, കോടികൾ, ഒരു രൂപ പോലും കൊടുത്തില്ല. കെട്ടിയവൻ പുലിയ, കെട്ടിയവളെ ഇസ്രായേലിലെ പണിക്ക് പറഞ്ഞ വെച്ചിട്ട് നാട്ടിലെ പുള്ളിക്കാരൻ അവളുടെ വരുമാനത്തിൽ ജീവിക്കുകയാണ്. മനസ്സിലായിട്ടുണ്ടോ? പുലിയല്ല, സോറി, പുലി എന്ന് പറഞ്ഞാൽ അഭിമാനമുള്ള തന്നെ. സിംഹങ്ങൾ അങ്ങനെയാണല്ലോ, കാട്ടിൽ സ്ത്രീകളെ പണിക്ക് വിടും, വേട്ടയ്ക്ക് വിടും. എന്നിട്ട് ആ വേട്ടയാടി കൊണ്ടുവരുന്നതിന് ഭക്ഷിച്ച് ഇങ്ങനെ രാജാവായി നടക്കുന്നവരാണ് സിംഹങ്ങൾ എന്ന് പറയുന്നത്. ആ സിംഹം ആ പോറ്റി വളർത്തി തന്നിനാളേക്ക് ഒരു രൂപ കൊടുത്തില്ല എന്നുള്ളതാണ് ഇന്ന് ഇയാൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ SNDP സംഘടനയിൽപ്പെട്ട ഒരു നേതാവിന്റെ മോളുടെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ എത്ര കേസുകളുണ്ടാവും? ഇപ്പോൾ പണ്ട് അശോകന്റെ വൈക്കത്തെ അശോകന്റെ മകളെ മതപരിവർത്തനം നടത്തിയിട്ടുള്ള ഒരു വിഷയം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അറിയാമോ? എന്താ കുട്ടിന്റെ പേര്? എനിക്ക് മറന്നുപോയത്, ആ കൊച്ചിന്റെ പേര് മറന്നുപോയി. ഒരു മുസ്ലിം ആക്കിയിട്ട് ഒരു ഡോക്ടർ, എൻ്റെ പേരെന്താണെന്നുള്ള എനിക്കറിയില്ല. അന്ന് ഞാൻ അതിനെതിർത്ത് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഏത് മതത്തിലാണെങ്കിലും നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, അവരുടെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാൻ വിടുക. അല്ലാതെ മതപരിവർത്തനം നടത്തി നിങ്ങളുടെ മതത്തെ കൊണ്ടുവന്നാലേ കുട്ടികൾ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഞാൻ ശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവനാണ്. മനസ്സിലായിട്ടുണ്ടോ? നമ്മുടെ നാടിൻ്റെ ഇത്രയും വളർച്ച, ഇതിൽ നിന്ന് ദൈവങ്ങളുടെ എന്ത് സംഭാവന ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല അതിനെക്കുറിച്ച് പറയാം. പക്ഷേ ശാസ്ത്രത്തിന് ഒരുപാട് പുരോഗതി നമ്മുടെ നാട്ടിലുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരും നിങ്ങൾ പ്രേമിക്കുക, കല്യാണം കഴിക്കുക, എന്ത് ചെയ്തോളും? മതപരിവർത്തനം നടത്തിയിട്ട് മതത്തിൽ കൊണ്ടുവന്നിട്ടും നിങ്ങൾ അങ്ങനെ ഇതാക്കാൻ നിൽക്കണ്ട. ഇപ്പോൾ PC ജോർജ് പറഞ്ഞത് ലവ് ജിഹാദ് നടക്കുന്നത് ഏറ്റവും മുസ്ലിങ്ങളാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം ഇന്നലെ ഒരു പെൺകുട്ടിനെ മുസ്ലിമിനെ അടിച്ചുകൊണ്ട് പോയി എന്നാണ് പറഞ്ഞത് PC ജോർജ്. എനിക്കതിനോട് യോജിപ്പില്ല. ഞാനതാ പറയുന്നത്, 40 പേരുടെ പേരൊന്നും പറയണ്ട, ഒരു 4 ആളുടെ പേര് പറയാം. കാരണം അത് നിയമമൊക്കെ അത് തെളിവാണ്. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ലവ് ജിഹാദ് ഇല്ലാന്ന്. ഇവിടുത്തെ അന്വേഷണ ഏജൻസികളും കേന്ദ്ര അന്വേഷണ ഏജൻസികളും എല്ലാവരും അടിവരായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ലവ് ജിഹാദ് ഇല്ലാന്ന്. പക്ഷേ PC ജോർജിന് ഇങ്ങനെ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ PC ജോർജ് നിയമത്തിന് മുമ്പിൽ ഹാജരാക്കണം. ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. അതെ, ഒരു സമൂഹത്തിന് മുഴുവനും തീവ്രവാദികളും മോശക്കാരും അവർ പാകിസ്ഥാനിലേക്ക് പൊയ്ക്കോട്ടെ എന്ന് പറയാൻ നിന്റെ അപ്പന് തറവാട്ട് സ്വത്ത് കിട്ടിയൊന്നുമല്ല ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത്. നിന്റെ ആനും ഇതേപോലൊരു മതത്തിൽ നിന്ന് പരിവർത്തനം ചെയ്തിട്ടുണ്ടായ ഒരു കുടുംബക്കാരനാണ് നീയും. ഇവിടുത്തെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാവരും പൂർവികന്മാർ ഹിന്ദുക്കളാണ്, അല്ലാണ്ട് യമനിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്ന് വന്ന ആളുകളൊന്നുമല്ല. അവരുടെയൊക്കെ പൂർവികന്മാർ എങ്ങനെ നോക്കിയാലും അവർക്ക് ഹൈന്ദവ സംസ്കാരമുള്ള ആളുകളാണോ? മനസ്സിലായിട്ടുണ്ടോ? പാകിസ്ഥാനിലേക്ക് പോകാന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഭാഗമായിരുന്നു എന്നുള്ള മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത നെറികെട്ട PC പറയുമ്പോൾ ആധികാരികത വേണം. ലവ് ജിഹാദ് 400 പേരിൽ ലവ് ജിഹാദ് ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. ആട് മേയ്ക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ പടത്തിൽ 300 പേരുടെ കഥ പറഞ്ഞിട്ട് 36,000 പേരെന്ന് പറഞ്ഞ് സമൂഹത്തിന് മുമ്പിൽ തെറ്റിദ്ധാരണ വരുത്തിയിട്ടുണ്ട് സംഖ്യകൾ. മനസ്സിലായിട്ടുണ്ടോ? ആധികാരികത വേണം, തെളിവ് വേണം. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും കേരളത്തിലെ അന്വേഷണ ഏജൻസികളും കേന്ദ്ര അന്വേഷണ ഏജൻസികളും, കേന്ദ്രം ഭരിക്കുന്നത്
മോദി സർക്കാരാണ്. ആ ഏജൻസികൾ പോലും അന്വേഷിച്ചിട്ട് ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്ന് അടിവരയിട്ട് പറഞ്ഞ സ്ഥലത്താണ് 400 ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് കേരള സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുകയും നിയമവ്യവസ്ഥയ്ക്ക് മുകളിൽ നിന്നുകൊണ്ട് PC യുടെ പ്രസ്താവന വരികയും ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തെളിവ് 4 പേരെങ്കിലും തെളിവ് കൊടുക്കുക, 4 പേരെങ്കിലും തെളിവ് കൊടുക്കുക. വെറുതെ പൊതുസമൂഹത്തിനെ കാണുമ്പോൾ വേദിക്ക് മുന്നിലിരിക്കുന്ന കുറേ ജനക്കൂട്ടത്തെ ജനാരവത്തെ കാണുമ്പോൾ ആവേശം കൊണ്ടൊരു കാര്യമില്ല PC. നമുക്ക് നിയമത്തിന് മുമ്പിൽ തെളിവുകളാണ് ആവശ്യം, തെളിവുകൾ ആവശ്യം. ഇപ്പോൾ ജോസഫ് കെനഡി കരിമങ്ങാലിയും അങ്ങനെയുള്ള കുറേ ക്രിസ്തങ്കികൾ വന്നിരുന്നിട്ട് പറഞ്ഞുണ്ടാക്കുന്ന എല്ലാ ഇവിടുത്തെ മതേതരത്വവും സംസ്കാരവും ഇത് നിന്റെയൊക്കെ തന്ത ജനിച്ച കാലം തൊട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ ഈ പറഞ്ഞ സംസ്കാരമുണ്ട്, ജ്ഞാനത്വത്തിൽ ഏകത്വമുണ്ട്. മനസ്സിലായിട്ടുണ്ടോ? അത് നീ ഒരു സുപ്രഭാതത്തിൽ നിനക്ക് സ്ഥാനമാനങ്ങളില്ലാതെ BJPയിലേക്ക് ചേക്കേറിക്കൊണ്ട് ഞാൻ വലിയ സംഖ്യയാണ് BJPക്കാർ പോലും പറയാത്ത RSSകാർ പോലും പറയാത്ത കാര്യങ്ങളാണല്ലോ PC പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൊതുസമൂഹത്തിന് മുമ്പിൽ. കാരണം അവർക്ക് വ്യക്തിയുണ്ട് ഏത് കാര്യത്തിൽ എങ്ങനെ പറയണമെന്ന്. ഈ BJPക്കും RSSനുമുള്ള ആളുകൾക്ക് അവർക്ക് പൊളിറ്റിക്സ് ആണെങ്കിൽ പോലും അവർക്ക് ആ കാര്യത്തിൽ വ്യക്തിയുണ്ട് എന്തൊക്കെ പറയണമെന്ന്. പക്ഷെ അതിന്റെ മുകളിൽ നിന്ന് സംസാരിക്കുന്ന നിയമവ്യവസ്ഥയ്ക്ക് മുകളിൽ കാലെടുത്ത് വെച്ച് സംസാരിക്കുന്ന PC തെളിവ് ഹാജരാക്കും. കാരണം നീ പറയുന്നത് മുഴുവൻ നുണയാണല്ലോ. ഒരു വഴി കൂടെ ഊക്കുക, ഒരു വഴി കൂടെ ഉപദേശിക്കുക. ഇതാണല്ലോ PC ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മകൻ പാർവതിയെ കല്യാണം കഴിച്ചു, ജഗതിയുടെ മകൾ പാർവതിയെ കല്യാണം കഴിച്ച് ആദ്യം കൊണ്ടുവന്നിട്ട് മതപരിവർത്തനം നടത്തിയത് ക്രിസ്ത്യാനിയാക്കി. എന്നാലും അവർക്ക് കുട്ടികളുണ്ടാവുമെന്നുള്ള അവൻ നിന്റെ വിശ്വാസം അല്ലേ? അങ്ങനെയൊന്നും വേണ്ട PC. മതമേ വേണ്ട, ഒരാണും പെണ്ണും കൂടെ കിടന്നു കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവും. മനസ്സിലായിട്ടുണ്ടോ? ആ ബീജം അന്വേഷിച്ചു പോകില്ല നീ ഏത് മതത്തിൽപ്പെട്ടവളാടി, നിന്റെ അണ്ണം ഞാൻ സ്വീകരിക്കണം വേണ്ട, ആ ബീജം അന്വേഷിച്ചു പോകില്ല, മതം അന്വേഷിച്ചു പോകുന്നില്ല. ഇത് ശാസ്ത്രമാണ്. മനസ്സിലായിട്ടുണ്ടോ? പക്ഷെ താൻ ചെയ്തെന്താ? താൻ ചെയ്തിട്ട് പാർവതി അൽഫോൺസ അല്ലേ പേര് മാറ്റി, എന്നിട്ട് ക്രിസ്ത്യാനിയാക്കി, മാമോദിസ മുക്കി ക്രിസ്ത്യാനിയാക്കി അല്ലേ? എന്നിട്ടാണ് നീ പറയുന്നത് പൊതുസമൂഹത്തിന് മുമ്പിൽ 400 ലവ് ജിഹാദ്. നിന്റെ മകനല്ലേ ആദ്യം ഇവിടെ ലവ് ജിഹാദ് നടത്തിയത് അല്ലേ? തന്റെ മകൻ ഷോൺ ജോർജ് അല്ലേ ആദ്യം? അത് തന്റെ സ്വഭാവമല്ലേ മകനിക്ക് ഉണ്ടാവുള്ളൂ അല്ലേ? വിത്ത് മത്തം കുത്തിയിട്ട കുമ്പളങ്ങി മുളക്കില്ലല്ലോ PC മുളയ്ക്കോ? അപ്പോൾ PC ഞാനൊക്കെ ഒരു സമയത്ത് ആരാധിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു കേട്ടോ, അദ്ദേഹത്തിന് നിലപാട് കേട്ടിട്ട്. പക്ഷെ ഇത്രയും ഗതികെട്ട ഊളയാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്തും ഒരു അബ്ദുള്ള കുട്ടിയില്ലേ PC ഏറ്റവും ഒരു പോട്ടാസ്റ്റാറ്റാണ്, അവന്റെ നിലപാട് ഇതൊക്കെ തന്നെയാണ്. ഇപ്പൊ BJP ഈ നിലപാടില്ലാത്ത ഊളകൾ ചേക്കേറുന്ന ഒരു സ്ഥലമാണ് കേട്ടോ BJP. അതാണ് ഏറ്റവും രസം. നിലപാടില്ലാത്ത ഊളകളുടെ ഒരു കൂടാരമായി മാറി ഈ BJP എന്ന് പറയുന്ന പാർട്ടി. അത്രയ്ക്കും ഗതികെട്ട് കിടക്കണോ ഈ പാർട്ടി? എനിക്ക് മനസ്സിലാവണില്ല. അത്രയും ഗതികെട്ട് കിടക്കണോ? നേതാക്കളുടെ ശോഷണം കൊണ്ടാണ് ഈ പാർട്ടി കേരളത്തിൽ വളരാത്തത്. അതുകൊണ്ടാണ് ഇതുപോലുള്ള ഊളകളെയൊക്കെ നേതാക്കന്മാരാക്കി മാറ്റുന്നത്. അപ്പോൾ PC ജോർജ് വ്യക്തത വരുത്തുക. ഈ 400 ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തത വരുത്തുക. എത്ര അതിനുള്ള തെളിവുകൾ നിയമത്തിന് മുമ്പിൽ പാസ്സാക്കിയിട്ട് ഈ മുന്നിൽ വന്ന വിധികളുണ്ടല്ലോ ഇവിടെ ലവ് ജിഹാദ് ഉള്ളതിന് ഇല്ലായിരുന്നു എന്നുള്ളത് അത് തിരുത്തുക. എനിക്കെത്ര പറയാനുള്ളൂ. കാരണം തെളിവുകളാണ് ആവശ്യം. വാക്കുകൾ കൊണ്ടുള്ള അമ്മാനമാരിൽ ഇവിടെ സമൂഹം സ്വീകരിക്കില്ല. അത് കുറച്ച് നേരത്തിനുള്ള ഒരു തരംഗം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പോവും. നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ തെളിവുകളുണ്ട്, ഇവിടെ 400 ലവ് ജിഹാദ് നടന്നിട്ടുണ്ട്, അതിൽ 401 എന്ന് പറയണം. തന്റെ മകനുണ്ട് അതിനകത്ത്. മനസ്സിലായിരുന്നോ? താൻ BJPക്കാരനല്ലേ? കറുവാപ്പസി നടത്ത് മകളെ സ്വന്തം മതത്തിലേക്ക് തിരിച്ചു പോകാൻ അനുവദിക്കൂ. പത്രസമ്മേളനം വിളിച്ചുകൂട്ട്. എന്റെ മരുമകളെ ഞാൻ ബുദ്ധിയില്ലാത്ത സമയത്ത് എന്റെ മകനെ കൊണ്ട് ഞാൻ മതം മാറ്റിച്ചു. ഇപ്പോൾ ഞാൻ BJPക്കാരനാണ്, സംഘപരിവാർ കുടുംബത്തിലാണ് ഞാൻ. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു നേതാവായി നടക്കുന്ന ഞാൻ എന്റെ മരുമകളെ ഞാൻ ഗർവാപ്പസി നടത്തുന്നു. ചെയ്യാൻ പറ്റുമോ? ചങ്കുറപ്പുണ്ടോ? തന്റെ ഇടമുണ്ടോ? ആണത്തുണ്ടോ ചെയ്യാൻ? എന്നിട്ട് നീ പറയണം എന്ത് ഇത് നടന്നിട്ടുണ്ട്. അല്ലാതെ തന്റെ കുടുംബത്തിലാണ് ആദ്യത്തെ ഗർവാപ്പസി ഇവിടെ നടന്നിരിക്കുന്നത് കേരളത്തിൽ. തന്റെ കുടുംബത്തിലാണ് നടന്നിരിക്കുന്നത്. എന്നിട്ട് നീ പറയാം മറ്റുള്ള മതക്കാരെ. അതായത് നിലനിൽപ്പ് രാഷ്ട്രീയം നീ കളിക്കണ്ട PC. നിലനിൽപ്പ് രാഷ്ട്രീയം താൻ കളിക്കണം. ഇത് കേരള സമൂഹം കാണുന്നുണ്ട്. താൻ എവിടെ നിന്ന് ചാടി ഏതൊക്കെ കൊട്ടയിലേക്ക് താവള ചാടും പോലെ ചാടി ലാസ്റ്റിന് ഏത് കൊട്ടയിലാണ് പോയി നിൽക്കുന്നത്, ആ കൊട്ടയിൽ നീ എത്ര കാലം നിൽക്കുന്നുള്ളത് തനിക്ക് പോലും അറിയില്ല. കാരണം നിലപാടില്ലാത്തവന്റെ ആശ്രയമാണ് പന്നിക്കൂട്. ആ പന്നിക്കൂടിൽ തന്നെയാണ് താൻ ഇപ്പോഴും നിൽക്കുന്നത്. മനസ്സിലായിട്ടുണ്ടോ? അതുകൊണ്ട് ഒരു സമൂഹത്തെ മൊത്തം മോശക്കാരാക്കി ചിത്രീകരിക്കുന്ന നിന്റെ പ്രവണത അത് ശരിയല്ല. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ എൻ്റെ അല്ല് പറഞ്ഞ പോലെ മതം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക, മനുഷ്യനായിട്ട് ജീവിക്കുക. ഒരു ഹിന്ദു മുസ്ലിമിനെ കല്യാണം കഴിച്ചാലും, ഹിന്ദു ക്രിസ്ത്യാനിനെ കല്യാണം കഴിച്ചാലും, ഹിന്ദു മുസ്ലിമിനെ കല്യാണം കഴിച്ചാലും, മുസ്ലിം ഹിന്ദുവിനെ കല്യാണം കഴിച്ചാലും, ക്രിസ്ത്യാനി കഴിച്ചാലും അവിടെ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ അവരുടെ വിശ്വാസത്തിൽ ജീവിക്കുക. അവർക്ക് കുട്ടികളും ആവും, മക്കളും ആവും, എല്ലാം ആവും. മനസ്സിലായിട്ടുണ്ട്? നമ്മുടെ കേരളത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രി പോലും കല്യാണം കഴിച്ചിരിക്കുന്ന അന്യമതത്തിലുള്ള ഒരു കുട്ടിയാണ്. അവർ മതമൊന്നും മാറ്റിയിട്ടില്ല. അവർ മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്നവരാണ്. അവർക്ക് മനുഷ്യനെ കാണാനാണ് അവർക്ക് ആഗ്രഹം. അത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ ഇപ്പോൾ 4-5 ഉദാഹരണങ്ങൾ പറഞ്ഞു. PC ജോർജ് 400 ഒരു 4 പറ. 400 പറഞ്ഞൊരു 4 തെളിവായിട്ട് വാ. ലവ് ജിഹാദാണെന്ന് തെളിയിക്ക്. ഞാൻ വെല്ലുവിളിക്കുക, വീണ്ടും വെല്ലുവിളിക്കുകയാണ്. തെളിയിക്ക്. പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന് ഞാൻ ഈ പറഞ്ഞതിന് മുഴുവൻ പൊതുസമൂഹത്തിന് മുമ്പിൽ ലൈവിലൂടെ മാപ്പ് പറയാം. തെളിയിക്കണം. വെറുതെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായിട്ടുണ്ടോ? ഞാൻ ഇപ്പോൾ എത്ര ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു? ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ആളുകൾ റിയാസ്, A.A. റഹീം, രാജേഷ്, നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രി രാജേഷ്, നിതിൻ ഗഡ്കരിയുടെ കുടുംബത്തിനല്ലേ കല്യാണം കഴിച്ചിരിക്കുന്നത് അല്ലേ? അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. താനൊരു 4 കൊണ്ടുപോവാ. സമൂഹത്തിന് മുമ്പിൽ തെളിവായി കൊടുക്ക്. ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ കൊടുക്ക്, ഇവിടുത്തെ ജുഡീഷ്യറിക്ക് കൊടുക്ക്,
കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ കൊടുക്കുക. വെറുതെ മൈക്കിന്റെ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു ജനാരവത്തെ കാണുന്ന സമയത്ത് ആവേശം കൊണ്ടിട്ട് കാര്യമില്ല. PC യഥാർത്ഥത്തിലേക്ക് മടങ്ങുക, സത്യസത്യസന്ധമായിട്ട് കാര്യം പറയും. സമാധാനത്തിൽ ജീവിക്കുന്നവർ ക്രിസ്ത്യൻ സഹോദരന്മാരെയും മുസ്ലിം സഹോദരന്മാരെയും ഹിന്ദു സഹോദരന്മാരെയും തമ്മിലടിപ്പിക്കില്ലേ? ചോര കുടിക്കുന്ന ചെന്നായി മാറില്ലേ? പണ്ട് പാറമാറ് കുട്ടനും മുട്ടനും പണ്ട് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിനകത്തുള്ള ചെന്നായി ഉണ്ടല്ലോ, ആ ചെന്നായിന്റെ റോള് PC ജോർജ് എടുക്കണ്ട. ഇത് കേരളമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് സാമാന്യം കുറച്ച് ബോധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അടിവരായിട്ട് പറഞ്ഞത്, ഇവിടുത്തെ സംഖ്യകളായിട്ടുള്ള നേതാക്കന്മാർക്ക് പോലും ഒരു മാന്യതയുണ്ട്. ഉത്തരേന്ത്യയിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള BJP നേതാക്കന്മാരെ പോലെയല്ല, RSS നേതാക്കന്മാരെ പോലെയല്ല കേരളത്തിലുള്ള RSSന്റെയും BJP നേതാക്കന്മാർ. അവർക്ക് അവരായിട്ടുള്ള ഒരു മാന്യതയുണ്ട്. അവർ സംസാരിക്കുന്ന വാക്കുകളിൽ ഒരു മിതത്വമുണ്ട്. സമൂഹത്തിലെ ഒരു തെറ്റിദ്ധാരണ വളർത്താത്ത രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്. ചില ഇടയ്ക്ക് കുറച്ച് വർഗീയതയൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിപ്പോൾ എല്ലാ മതത്തിലും പറയും. മുസ്ലിങ്ങളുള്ള കുറേ മതപണ്ഡിതന്മാരില്ല നാട്ടിൽ. ഇന്ന് കേരളം ഇസ്ലാമിക് രാജ്യമാക്കണം, ഹിന്ദുക്കളുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ പാടില്ല, ഹിന്ദുക്കളുടെ ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല, ഹിന്ദുക്കളുടെ ഉത്സവങ്ങൾക്ക് സംഭാവന കൊടുക്കുള്ള നാട്ടിൽ. അങ്ങനെ തന്നെ പറയണം. മതത്തിന് സമൂഹമായി ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ സ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള സംഭാഷണം നടത്തുന്നവൻ ആരോ അവൻ നായി എന്ന് പറയാൻ പറ്റില്ല, നന്ദിയുള്ളവർക്കോ പന്നി തന്നെ പറയണം. പന്നിക്കൂട്ടത്തെ മാറ്റി നിർത്തിയിട്ട് മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നല്ലവരായിട്ടുള്ള കുറേ മനുഷ്യന്മാരുണ്ട്. അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് ജീവിച്ചു നോക്കുക PC. അവർ സുന്ദരമായിട്ടുള്ളൊരു ലോകം കാണും, മനോഹരമായിട്ടുള്ളൊരു സംസ്കാരം കാണും. അത് കാണാത്താണ് PC തൻ്റെയൊക്കെ പ്രശ്നം. തനിക്ക് ചുറ്റുമുള്ള സമൂഹത്തെ കാണാനുള്ള കാഴ്ചയില്ല, തൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള കാഴ്ചയും നെട്ടോട്ടമാണ് PC ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങൾ പറയാതെ കേരള സമൂഹത്തിന് മുമ്പിൽ കേരളത്തിലെ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നല്ല മനുഷ്യർ ഇയാൾ നല്ലൊരു നേതാവാണെന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയാണ് നേതൃത്വം ഉണ്ടാക്കേണ്ടത്. ഒരുപാട് മഹാന്മാരായിട്ടുള്ള നേതാക്കന്മാർ ഈ കേരള സമൂഹത്തിനുണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ കണ്ടുപിടിക്കുക, അവരെയൊക്കെ മാതൃകയാക്കുക. ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടി, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളെ ഞാൻ പറഞ്ഞു. BJPയിലുണ്ട്, കോൺഗ്രസിലുണ്ട്, CPMലുണ്ട്, ഇടതുപക്ഷത്തിൽ, അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടി നല്ലവരായിട്ടുള്ള നേതാക്കന്മാരുണ്ട്. കേരളം മാതൃകപ്പെടുന്ന നേതാക്കന്മാരുണ്ട്. അവരിൽ ഒരാളെങ്കിലും ആകാൻ ശ്രമിക്കും PC. അല്ലാതെ വായിക്ക് തോന്നിയത് വിളിച്ചു പറഞ്ഞുകൊണ്ട് PCയുടെ നിലവാരത്തിൽ നിന്ന് ഒരുപാട് താഴേക്ക് ഇപ്പോൾ പോയി കഴിഞ്ഞു. വർഗീയത പറഞ്ഞിട്ടല്ല PC സമൂഹത്തിന് മുമ്പിൽ ആളാകേണ്ടത്. അതിന് കുറച്ചു കാലത്തെ മുല്ലവാഴ്ചയുള്ളൂ, തകർന്നു പോകും. ഇനി താങ്കൾ തകരാതിരിക്കണം. ഒരുപാട് കാലത്ത് തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം കണ്ടിട്ട് താങ്കൾ ഒരുപാട് സ്നേഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. താങ്കൾ ഇതൊക്കെ പറയേണ്ടി വന്നതിലേക്ക് ഒരുപാട് സങ്കടമുണ്ട്. കാരണം എന്താ പറയുക, താങ്കളുടെ നിലപാടുകളെയാണ് ഞാൻ പറയുന്നത്, താങ്കൾ എന്ന വ്യക്തിത്വത്തിലല്ല പറയുന്നത്, താങ്കളുടെ നിലപാടുകളെ. ഇനിയെങ്കിലും ആ നിലപാടുകൾ മാറ്റി മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരും മനുഷ്യരാണ്. എല്ലാവരുടെ മനസ്സിലും നല്ലതും ചീത്തയുമായിട്ടുള്ള ചിന്തകളുള്ള മനുഷ്യന്മാരാണ്. അവരെല്ലാവരും ചേർത്ത് പിടിക്കണം എന്ന് പറയുന്നില്ല, നല്ലവരായിട്ടുള്ള മനുഷ്യരെ ചേർത്ത് പിടിച്ച് അവരുടെ കൂടെ നിൽക്കുക. അതാണ് രാഷ്ട്രീയം. താങ്ക് യു.